കേരളത്തിൽ നിരവധി തവണ പുനരധിവാസ പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ വലിയ പ്രകൃതിക്ഷോഭങ്ങളിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഗവൺമെൻറ്റിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തിൻ്റെ പല പ്രൊജക്റ്റുകൾക്ക് വേണ്ടി അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം പുനരധിവാസങ്ങളിലൊന്നും തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു പണം ഈ പുനരധിവസിപ്പെട്ട കിട്ടുകയോ അല്ലെങ്കിൽ അവർക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ കോഴിക്കോട് ഒരു ചേരി ഒഴിപ്പിച്ച് അവിടെ ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുത്തതാണെങ്കിൽ പോലും ഞാനിപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ മാസങ്ങളിൽ കോഴിക്കോട് ഉണ്ടായിരുന്നപ്പോൾ അതൊക്കെ ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ നമുക്കെല്ലാം അറിയുന്ന ഇപ്പോൾ മൂലംപള്ളിയിൽ കുടിയൊഴിപ്പിക്കൽ നടത്തിയത് നമുക്കറിയാം. മൂലംപള്ളിയിൽ ഗവൺമെൻറ് തന്നെ അവർക്ക് ഭൂമി വിട്ടുകൊടുത്തു. പക്ഷേ ആ ഭൂമിയിൽ പോലും അവിടെ വീട് പണിയാനുള്ള അനുമതിക്ക് വേണ്ടി പിന്നെയും അവർ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിൽ പുനരധിവാസ പദ്ധതികളൊന്നും തന്നെ പ്രോപ്പറായിട്ട് നടക്കാറില്ല. പക്ഷേ ഇത്തവണ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാര്യത്തിൽ അത് വളരെ കൃത്യമായി നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ ഘട്ടം നടന്നിരിക്കുന്നു. അതിപ്പോൾ മാർച്ച് 1-ാം തീയതി ആളുകൾക്ക് ഡെലിവർ ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, മുണ്ടക്കൈ ചൂരൽമലയിൽ വീട് നഷ്ടപ്പെട്ട 400ഓളം പേർ മരിച്ചുപോയ, കേരളം വിറങ്ങലിച്ചു പോയൊരു മഹാദുരന്തമാണ്. അതിൽപ്പെട്ടവർക്ക് ഇപ്പോൾ വീട് കിട്ടാൻ പോകുന്നു. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ അറിയാം, ഞാൻ നേരത്തെ പിണറായി വിജയൻ സർക്കാരിനെ നിരവധി തവണ പല കാര്യങ്ങളിലുമൊക്കെ തന്നെ വിമർശിച്ചിട്ടുണ്ട്, രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വിമർശിക്കുമ്പോഴും ആ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാതെ ഒരു പിണറായി വിരുദ്ധതയോ ഒരു മോദി വിരുദ്ധതയോ ഒന്നും നമ്മളെ നയിക്കുന്നില്ല. നമ്മൾ മാറ്റർ ഓഫ് ദ ഫാക്ട് മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ ഇതൊരു പുകഴ്ത്തലായി ആരും കണക്കൂട്ടേണ്ടതില്ല. പകരം കേരളത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒരു പുനരധിവാസ പദ്ധതി നമ്മൾ കണ്ടിട്ടില്ല. വയനാട്ടിൽ വലിയ ടൗൺഷിപ്പ് ഉണ്ടാവുകയാണ്. ആ ടൗൺഷിപ്പ് ഉണ്ടാവുമ്പോൾ അതിനുവേണ്ടി പിരിച്ചതിൻ്റെ കണക്കുകളും ഗവൺമെൻറ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. കൂടാതെ വലിയ തുകകളൊക്കെ സംഭാവന ചെയ്തവരുടെ പേരുകൾ കൂടി അവിടെ എഴുതി വെക്കുമെന്നാണ് റവന്യൂ മിനിസ്റ്ററായിട്ടുള്ള CPI-കാരൻ നേതാവായിട്ടുള്ള കെ രാജൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്നുള്ള MLA ആണ്, ഒല്ലൂരിൽ നിന്നുള്ള. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 773.98 കോടി രൂപയാണ് CM-ൻ്റെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക്, അതായത് ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയത്. അതൊരു പ്രത്യേക അക്കൗണ്ടായി അവിടെ സൂക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് 178 വീടുകളാണ് ഈ മാർച്ച് 1-ന് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അത് പിണറായി വിജയൻ ഗവൺമെൻറ് ഇതുപോലെ ചരിത്രത്തിലില്ലാത്ത വിധം വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു വീഡിയോകളൊക്കെ തന്നെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അല്ലെങ്കിൽ തന്നെ നിരവധി 4.25 ലക്ഷത്തോളം വീടുകൾ പണിത് കൊടുത്തിരുന്നു ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട്. അത് 5 ലക്ഷത്തിലേക്ക് എത്തുകയാണ്. ഏതാണ്ട് 10 മിനിറ്റിലും ഓരോ വീട് പണിയുന്ന വലിയ പദ്ധതിയാണ്. അപ്പോൾ അത്തരം പദ്ധതികളിലേക്ക് വലിയ അഡ്വാൻറ്റേജ് ഗവൺമെൻറ് അവകാശപ്പെടാനുണ്ട്. അപ്പോൾ അതിലേക്ക് വലിയൊരു പൊൻതൂവലായി കൂടി മാറിയിരിക്കുകയാണ് ഈ 178 വീടുകൾ. ആ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അത് 400-ലധികം മനുഷ്യർ മരിച്ച ദുരന്തമാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് പണം വന്നത് എന്നുള്ള കണക്കുകൾ പോലും ഗവൺമെൻറ് സുതാര്യമായിട്ട് പുറത്തേക്ക് വിടുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിൽ ചില പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളൊക്കെ ഉണ്ട്. ആരോപണങ്ങളിലേക്ക് ഞാൻ അടുത്ത ഘട്ടത്തിൽ വരാം. എവിടെ സർക്കാർ ജീവനക്കാരും പൊതുജനങ്ങളും കൂടി സംഭാവന ചെയ്ത പണം, കാരണം ഇതൊരു പ്രത്യേക അക്കൗണ്ടിലാണ് സംഭാവന ചെയ്ത പണം എന്ന് പറയുന്നത് 157.4 കോടി രൂപയാണ്. അതിൽ കൂടാതെ മറ്റ് ആളുകളൊക്കെ തന്നെ സഹായിച്ച് കിട്ടിയിരിക്കുന്നത് 316.58 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ മറ്റ് ഗവൺമെൻറ്റുകളടക്കം സഹായിച്ചതായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കർണാടക സർക്കാർ 20 കോടി തരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ 10 കോടി കൊടുത്തിട്ടുള്ളൂ. അതിൽ ചിലവ്, അതായത് മൊത്തം അങ്ങനെ കിട്ടിയ തുക എന്ന് പറയുന്നത് 773.98 കോടി രൂപയാണ്. അതായത് 773 ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അതിലാകെ ഇപ്പോൾ ചിലവഴിച്ചേക്കുന്നത് 165.87 കോടി രൂപ മാത്രമേ ഉള്ളൂ. ഇത് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ നമുക്ക് ഇതേവരെ ഒരു വിഹിതവും തന്നിട്ടില്ല എന്ന് ആലോചിക്കണം. അതിന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളുടെ കയ്യിൽ തന്നെ പണമുണ്ടല്ലോ എന്നാണ്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ടാക്സ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ വെള്ളപ്പൊക്കത്തിനും ദുരിതാശ്വാസത്തിനുമൊക്കെ ബീഹാറിലേക്ക് ആയിരക്കണക്കിന് കോടികൾ ഒഴുക്കും. ഏതാണ്ട് 3000 കോടി രൂപയുടെ പ്രത്യേക പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിക്കുമ്പോഴാണ് കേരളത്തിൽ പ്രധാനമന്ത്രി വന്ന് കണ്ടിട്ട് പോയിട്ട് പോലും കൃത്യമായിട്ട് ഒരു പണവും തരാത്തത് എന്നുള്ളതാണ് വാസ്തവം. ഇതുമായി ബന്ധപ്പെട്ട് ചില കണക്കുകൾ ഗവൺമെൻറ് കോടതിയിൽ കൊടുക്കുകയും അത് പിന്നീട് വലിയ വിവാദമായി മാറുകയൊക്കെ ചെയ്തത് നിങ്ങൾക്കറിയായിരിക്കും. അതായത് ഈ ദുരിതാശ്വാസ നിധിയിൽ നമുക്ക് ചില കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ അർഹിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ചില ഫണ്ടുകൾ നമ്മൾ കൃത്യമായിട്ട് വക കൊള്ളിക്കണം, അത് പെടുത്തണം. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ വക കൊള്ളിക്കാൻ കഴിയുന്ന മാക്സിമം തുകകൾ ഉൾക്കൊള്ളിച്ചാണ് എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും കൊടുക്കുന്നത്. അത് പണ്ട് വരുന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റോ കൊടുത്തേക്കണം, അങ്ങനെയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരാൾക്ക് കുഴിയെടുക്കാൻ 1.5 ലക്ഷം രൂപ വേണ്ടി വന്നു, മരിച്ച ആളെ കുഴിച്ചിടാൻ എന്നൊക്കെ
എന്നൊക്കെയുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. പിന്നീട് അത് പൊളിഞ്ഞുപോയി. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇതിപ്പോൾ 165.87 കോടി രൂപയാണ് വന്നിട്ടുള്ളത്. ടോട്ടലായി പണിയാൻ ഉദ്ദേശിച്ച ലക്ഷ്യമിട്ട വീടുകൾ എന്ന് പറയുന്നത് 410 വീടുകളാണ്. ആ വീടുകളിൽ ആദ്യഘട്ടത്തിലുള്ള 178 വീടുകളാണ് ഇപ്പോൾ പോയത്. അത് പണിയാൻ വേണ്ടിയിട്ട് ഊരാളുങ്കൽ സൊസൈറ്റി ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. വീടൊന്നിന് 20 ലക്ഷം രൂപയാണ് ചിലവാകുന്നത്. ഓരോരുത്തർക്കും 7 സെൻറ്റ് സ്ഥലം വീതമാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഓരോ സെൻറ്റ് സ്ഥലത്തിനും തന്നെ ഏതാണ്ട് 8-10 ലക്ഷം രൂപയൊക്കെ വിലയുള്ള സ്ഥലം കൂടിയാണ് അവിടെ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതുകൂടാതെ ഇതിൽ നിന്ന് ചിലവാക്കിയ തുകകൾ ബാക്കിയുള്ളത് കൂടി ഞാൻ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. കളക്ടറുടെ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് കളക്ടറുടെ പ്രത്യേക ദുരിതാശ്വാസ നിധിയിലേക്ക്, അതായത് പെട്ടെന്നുള്ള സഹായങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി 7.65 കോടി രൂപ അവിടെ കൊടുത്തിരുന്നു. കൂടാതെ താൽക്കാലിക വീട് വാടക ആളുകളുടെ ഇനത്തിൽ വേണ്ടി 50 ലക്ഷം രൂപ കൊടുത്തിരുന്നു. അവിടുത്തെ നിരാലംബരായി പോയിട്ടുള്ള, വീട്ടുകാരൊന്നും ഇല്ലാതായി പോയിട്ടുള്ള കുട്ടികളുടെ പഠനത്തിന് വേണ്ടി 2.1 കോടി രൂപ എന്ന് പറഞ്ഞാൽ 2,10,00,000 രൂപ കൊടുത്തിരുന്നു. കൂടാതെ ടൗൺഷിപ്പ് പണിയുന്നതിൻ്റെ അഡ്വാൻസായി ഊരാളുങ്കൽ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, 20 കോടി രൂപ കൊടുത്തിരുന്നു. ബാക്കി ഈ പറയുന്ന പോലെ പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറയുന്നത്, അതായത് ഈ മൊത്തം പ്രൊജക്റ്റ് തയ്യാറാവുമ്പോൾ പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറയുന്നത് 351 കോടി രൂപയാണ്. ഇപ്പോൾ ടൗൺഷിപ്പിന് പുറത്തു പോയവർക്ക് 13.91 കോടി രൂപ കൊടുത്തിരുന്നു. പിന്നെ കുടുംബശ്രീ വഴി അവർക്ക് നിത്യച്ചെലവിലുള്ള ചില പണം കൊടുത്തിരുന്നു ഗവൺമെൻറ്, അത് 3.62 കോടി രൂപ കൊടുത്തിരുന്നു. കൂടാതെ എസ്റ്റേറ്റ് മേടിക്കുന്നതിന് വേണ്ടി, അതായത് സ്ഥലം മേടിക്കുന്നതിന് വേണ്ടി 43.56 കോടി രൂപ കൊടുത്തിരുന്നു. കൂടാതെ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട്, അതായത് എസ്റ്റേറ്റ് വാങ്ങിച്ചപ്പോൾ ആ എസ്റ്റേറ്റിൽ ചില തൊഴിലാളികളുണ്ടായിരുന്നു, അവർ കുടിലൊക്കെ വെച്ച് കെട്ടി താമസിച്ചിരുന്നു, അവരെയും പുനരധിവസിച്ചു. അവരുടെ പുനരധിവാസത്തിന് വേണ്ടി 77.5 ലക്ഷം രൂപ അവരുടെ പുനരധിവാസത്തിന് വേണ്ടി കൊടുത്തിരുന്നു. കൂടാതെ കർഷകർക്കുള്ള സഹായമായിട്ട്, അതായത് ആട്, കന്നുകാലികൾ, അതുപോലെ അവരുടെ ജീവിതോപാധികളൊക്കെ നഷ്ടപ്പെട്ടവർക്ക് അത് അവരെ ഒന്ന് സഹായിക്കുന്നതിന് വേണ്ടി 18.76 കോടി രൂപ കൊടുത്തിരുന്നു. അങ്ങനെ ആകെ ചെലവ് ഇതുവരെ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് 165.87 കോടി രൂപയാണ്. ഇത് പണിതതിൻ്റെ കണക്ക് പിന്നീട് കൊടുക്കാനുണ്ടാകും, കാരണം 351 കോടി രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് ഇപ്പോൾ ഇതേവരെ ചിലവാക്കിയതിൻ്റെ തുക കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി 608 കോടി രൂപ, 11 ലക്ഷം രൂപ ഇപ്പോഴും അക്കൗണ്ടിൽ കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് ഇനിയൊരു 330 അല്ലെങ്കിൽ 350 കോടി രൂപ കൂടി കൊടുക്കാനുണ്ടാകും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഇത്തരത്തിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു വീടുകൾ പണിത് അവരെ സഹായം എത്തിച്ചതിന് ശേഷം, ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും അഴിമതി നടന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും ആരും വലിയ ഗൗനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല എന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങൾ. ഒന്ന്, അതിൽ ഊരാളുങ്കൽ സൊസൈറ്റി ഇത് ഏൽപ്പിച്ചത് ടെൻഡർ വിളിക്കാതെയാണെന്ന് പറയുന്ന വലിയ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ളത്. കൂടാതെ പുനരധിവാസത്തിൻ്റെ ചെലവുകളും അതുപോലെ തന്നെ ഇതിന് ഏറ്റവും ആദ്യത്തെ ലോട്ടുകൾ ആളുകൾക്ക് തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. കൂടാതെ അവിടെ ചില വീടുകളിലേക്ക് വൈദ്യുതി എത്താനുണ്ട് എന്നൊക്കെയുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ടൗൺഷിപ്പുകൾ കൂടാതെ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ കൂടി പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സ്കൂൾ കൂടി പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയൊക്കെ പണം വളരെ കൂടുതലാണ് എന്നൊക്കെയാണ് അബിൻ വർക്കിയിൽ നിന്ന് പറയുന്നത് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത്. പക്ഷേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും കേരളത്തിൽ ഇത് ഇപ്പോൾ 400ഓളം വീടുകൾ പണിയാൻ ഉദ്ദേശിച്ചെങ്കിൽ ആ വീടുകൾക്കെല്ലാം കിട്ടുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വലിയ സന്തോഷമാവുകയും കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതിയുമാണ് നടപ്പിലാക്കുന്നതെങ്കിൽ അത് പിണറായി വിജയൻ സർക്കാരിനും LDF ഗവൺമെൻറ്റിനും വലിയ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത് കേരളം മുഴുവൻ പ്രചരുന്ന ഒരു പ്രചരണ ആയുധമായി കൂടി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയാണ് അടുത്തൊരു കെണി കൂടിയുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് 25 വീടുകൾ കൊടുക്കുമെന്നാണ് DYFI ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി DYFI ഒരു ഫണ്ട് പിരിവ് നടത്തുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ കയറി പറഞ്ഞു ഞങ്ങൾ 30 വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. അതായത് DYFI 25 ആണെങ്കിൽ ഞങ്ങൾ 30 എന്ന് പറഞ്ഞു. അതുപോലെ 100 വീടുകൾ കോൺഗ്രസ് പണിത് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ബൂമറാങ്ങായി, വലിയ ചോദ്യമായി ഇവരുടെ മുമ്പിലേക്ക് എത്തും. യൂത്ത് കോൺഗ്രസ് അതിൽ നിന്ന് കൈയൊഴിഞ്ഞു. കാരണം അവരാകെ പിരിച്ചു കിട്ടിയത് 88 ലക്ഷം രൂപയായിട്ടാണ്. അത് 1 കോടി രൂപയാക്കി പിരിച്ചിട്ട് ഇപ്പോൾ KPCCക്ക് കൈമാറി. KPCC വീട് പണിതോട്ടെ എന്ന് വെച്ചു. പക്ഷേ സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലൊന്നും ഒരു ലോജിക്കും ഇല്ല, ഞങ്ങൾ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയിട്ടേ ഉള്ളൂ എന്നാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നേരത്തെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും ഒക്കെ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന ന്യായീകരണം സ്ഥലം ഗവൺമെൻറ് തരാമെന്ന് പറഞ്ഞിരുന്നു എന്നാണ്. ഗവൺമെൻറ് അങ്ങനെ സ്ഥലമൊന്നും തരാമെന്ന് പറഞ്ഞിരുന്നില്ല. ശരിക്കും യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്ത മണ്ടത്തരമാണിത്. കാരണം ആ പിരിച്ച പണം
കൃത്യമായിട്ട് ഗവൺമെൻറ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയും നിങ്ങൾ എന്നിട്ട് എന്തുകൊണ്ട് പണിയുന്നില്ല എന്ന് ചോദിക്കുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞിരുന്ന ഒരു വാചകം, ഗവൺമെൻറ് വീട് കൊടുക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ഞങ്ങളുടെ വീടുകൾ അവിടെ ഉണ്ടാകുമെന്നാണ്. ഇനി വീട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വല്ല കട്ടൗട്ടൊക്കെ സെറ്റ് ചെയ്ത് വല്ല തെർമോക്കോളൊക്കെ വെച്ച് അടിച്ചിട്ടുള്ള വീടും അവിടെ കൊണ്ട് വെക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ ഈ ചോദ്യം ഉയർന്നു വന്നപ്പോഴാണ് പെട്ടെന്ന് പോയി രജിസ്ട്രേഷൻ നടത്തി അത് സ്ഥലം കണ്ടെത്തിയത്. ആ സ്ഥലം തന്നെ അവിടെ ആളുകൾക്ക് അത്രത്തോളം വാസയോഗ്യമല്ല എന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും കൂടിയുണ്ട്. ഗവൺമെൻറ് ഇത്ര കൃത്യമായി കണക്കുകൾ പറയുകയും ബാക്കി 608 കോടി രൂപ 11 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് പറയുകയും ചെയ്തപ്പോൾ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണ്ട എന്ന് പ്രചരണം നടത്തിയ ആളുകളാണ്. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള രമേശ് ചെന്നിത്തലക്കെതിരെ അത് ചോദ്യം ചെയ്യും, ഞങ്ങൾ നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞ കെ സുധാകരൻ അടക്കമുള്ള ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ വലിയ ക്ലിപ്പുകളാക്കി, വീഡിയോ ക്ലിപ്പുകളാക്കി വലിയ പ്രചരണത്തിന് തുടക്കമിടാൻ പോവുകയാണ് LDF എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതുകൊണ്ട് ഇത് വലിയ ഭൂമറാങ്ങായി തീരും. ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്. ഒന്ന്, ഞങ്ങൾ ഇത്ര കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യമായിട്ടുള്ള വലിയ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് പറയാനുള്ളൊരു അവസരം. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രഖ്യാപിച്ച വീടുകൾ എവിടെ എന്ന് ചോദിക്കാനുള്ളൊരു അവസരമാണ്. ഈ വീടുകളൊക്കെ ചോദിക്കുമ്പോൾ കർണാടക ഗവൺമെൻറ് 10 കോടി രൂപ കൊടുത്തു, 100 വീടിനുള്ള പണം കൊടുത്തു എന്നൊക്കെയുള്ള ഒരു വിദണ്ഡവാദങ്ങളൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. അതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം നമ്മളിപ്പോൾ ഇവിടെ തുർക്കിയിലേക്ക് വരെ നമ്മൾ സംഭാവന ചെയ്യാൻ പോയവരാണ്. നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിലുണ്ടെങ്കിൽ ആ സ്റ്റേറ്റുകളെ നമ്മളൊക്കെ സഹായിക്കുന്നവരാണ്. അത് ഏതെങ്കിലും പാർട്ടിയുടെ അക്കൗണ്ടിൽ പെടുത്താൻ കഴിയുമെന്നൊന്നും വിചാരിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തത്, ഞങ്ങൾ സ്ഥലം മേടിച്ചിരിക്കുന്നു, ഇപ്പോൾ വീട് പണിയാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇതിൽ വലിയൊരു അപകടവും കൂടി വേറെയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ വീടും സ്ഥലവും വേണ്ടാത്തവർക്ക് വേണ്ടി ഒരു 15 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ആ 15 ലക്ഷം രൂപ കൊടുത്തേക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെയൊക്കെ വീടുകളിലേക്ക് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഇത് ഭാവിയിലേക്ക് പരാതിയായിട്ട് വരാനുള്ള വലിയ സാധ്യതകൾ കൂടിയാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രശ്നമില്ല, കാരണം അവരിപ്പോൾ സ്ഥലത്തിൻ്റെ പേരിൽ ചില തർക്കമൊക്കെ ഉണ്ടെങ്കിലും വീടൊക്കെ ഏതാണ്ട് പണിത് തുടങ്ങിയിട്ടുണ്ട്, അത് തീരാറായിട്ടുണ്ട്. കൂടാതെ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 178 വീടുകളാണ് ഇപ്പോൾ കൊടുക്കുന്നതെങ്കിൽ പോലും മൊത്തം ഏതാണ്ട് 287 300ഓളം വീടുകളുടെ വാർക്കലടക്കം പൂർത്തിയായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നതോടുകൂടി ഗവൺമെൻറ് വലിയ മൈലേജ് വരികയും അതിൻ്റെ പുറത്തുള്ള ചോദ്യശരങ്ങളിൽ വീണ് പുളയുകയും ചെയ്യേണ്ടി വരും പ്രതിപക്ഷം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അതൊരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയുന്നു, പിരിച്ച പണം എത്രയാണ് എന്ന് ചോദിച്ചൊരു കണക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ അത് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊന്നും കൃത്യമായി ചെയ്യാൻ കഴിയാവുന്ന ഒരു സംഘടനാ ശേഷിയോ സംവിധാനം എന്നുള്ള പ്രസ്ഥാനമല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം, ഈ ഗവൺമെൻറ്റിൻ്റെ CM ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് ഈ പണം മുഴുവൻ ഞങ്ങളും കൂടി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്ര വലിയ ചോദ്യങ്ങളും ഉണ്ടാവില്ല, ഡാമേജ് ഉണ്ടാവില്ല. ഇത് ഞങ്ങളും കൂടി സഹായിച്ചതുകൊണ്ട് പണിതതാണെന്ന് വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിയാമായിരുന്നു. പക്ഷേ ഇത് ഒരു ബൂമറാങ്ങായിരിക്കുകയാണ്, ഇരുതല മൂർച്ചയുള്ള വാളായിരിക്കുകയാണ്. ഒരു സ്ഥലത്തു കൂടി പിണറായി വിജയൻ ഗവൺമെൻറ് വലിയ ഗുണമുണ്ടാവുകയും അതേസമയം തന്നെ ഇപ്പുറത്ത് പ്രതിപക്ഷത്തിന് വലിയ മുറിവുണ്ടാവുകയും ചെയ്യും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൻ്റെ താക്കോൽ ദാനത്തിലൂടെ സംഭവിക്കാനിരിക്കുന്നത്. ഒരടുത്ത ഘട്ടമായിട്ടുള്ള ഒരു പ്രചരണത്തിൻ്റെ തുടക്കമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.